അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയണും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഗോൾഡും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ മൈനിങ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ നേരത്തിന് ശേഷമാണ് പിന്നെ ഇവിടെ ഒരു ഫാം സെറ്റ് ചെയ്യണം. അതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നല്ല സ്പീഡിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ വെള്ളം ഒഴിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി അവിടുത്തെ വെള്ളം തീരില്ല. എന്നിട്ട് ഇവിടെ സീഡ് നട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ പംകിൻ പൊട്ടിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഇന്ന് നമുക്ക് റെഡ് സ്റ്റോണൊക്കെ കണ്ടുപിടിക്കണം. അതിനായിട്ട് മൈനിങ് ഏരിയ ചെയ്യണം. പിന്നെ നമുക്ക് ചില്ല് ചെയ്യാനായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഒരു റൂം ഉണ്ടാക്കുന്നുണ്ട്. താഴത്തായിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മൈനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒന്ന് ചില്ല് ചെയ്യാനായിട്ട്. അതിന് മുമ്പ് ഞാനിവിടെ കൃഷി ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മുകളിൽ പോയിട്ട് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കും ഗൈസ്. കപ്പയുടെ ഇങ്ങനെ. ഓക്കെ ഗൈസ്, നമ്മളുടെ കയ്യിൽ ഫുഡുണ്ട്. ഞാൻ ഈ ഫുഡും വെച്ച് എങ്ങോട്ടാ ചാടിത്തുള്ളി പോകണമെന്ന് വിചാരിക്കും. അവിടെ നമുക്ക് കോൾ എടുക്കാൻ വരാം. ഇവിടെ ആയിട്ട് ഞാനൊരു ഐസ്ലാൻഡ് കണ്ടു ഗൈസ്. അത് കാണിച്ചു തരാനാണ് ഞാൻ പോകുന്നത്. ഇത് കണ്ട ഓരോ ബിൽഡിങ്സ് പോലെ ആക്കി വെച്ചേക്കണ്. ഇത് ഐസിലുള്ളതാണ് ഗൈസ്. ഓക്കെ, അവിടെ എന്താ വീട് പോലെ. ഓ, വില്ലേജ് ഗൈസ്. അങ്ങനെ നമ്മളുടെ ഈ വേൾഡിൽ നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ചു. ഇവിടെ ട്രേഡർ വില്ലേജ് ഒക്കെ ഉണ്ട്. നമുക്കിനി ഇവിടെ കരിമ്പും കൂടി നട്ട് കൊടുക്കണം. ഷുഗർ കെയിൻ കൊണ്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഇവിടെ ഇങ്ങനെ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട് ലാമേനെ. എന്നിട്ട് ഞാൻ പിന്നെ മൈനിങ് ചെയ്യാൻ പോയി ഗൈസ്. ഈ കുതിരനെ ഇവിടെ കെട്ടിയിടാം. ഓക്കെ, ഞാൻ റെഡ് സ്റ്റോൺ കണ്ടുപിടിച്ചു. ഇനി ഇത് മൊത്തം പൊട്ടിക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് 5 ലെവലും കിട്ടി. നമുക്ക് ഇങ്ങനെ ഒരു നീല ലാപ്പിസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലാപ്പിസ് ഇത് നമുക്കൊന്ന് മൈൻ ചെയ്തെടുക്കാം. ഇനി പിന്നിലുണ്ടാവും ഇല്ല ഗൈസ്. ഇത്ര ഉള്ള 3 കിട്ടി. അതൊക്കെ മതി ഗൈസ്. നമ്മളുടെ ലെവൽ എന്തൊരു പെട്ടെന്ന് കൂട്ടണമെന്ന് നോക്കി 5ആയി. ഇവിടെയും കാര്യങ്ങളും ഉണ്ട്. ഇതും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ താഴത്ത് അവിടെ ഉണ്ട്. ഓക്കെ, ഇതും പൊട്ടിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ടോട്ടൽ 35. ഓക്കെ ഗൈസ്, ബെഡ് റോക്ക് എത്തി ഇത്ര പെട്ടെന്ന്. ഞാൻ വിചാരിച്ചത് കേവ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഗൈസ്. പക്ഷെ ബെഡ് റോക്ക് ഇനിയില്ല. അപ്പം നമുക്ക് സൈഡിൽ നിന്ന് മൈൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അവിടെയും ബെഡ് റോക്ക്. ഈ ബെഡ് റോക്ക് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലേ ഗൈസ്. അതാണ് ഈ ബെഡ് റോക്കിൻ്റെ പ്രശ്നം. മൈനിങ് ചെയ്യുമ്പോൾ ഒരു എൻഡ് ഉണ്ട്. ആ എൻഡിന് വേണ്ടിയിട്ടാണ് ഈ ബെഡ് റോക്ക് അവിടെ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചു പോകാൻ പറ്റില്ല. അതിനായിട്ടാണ് അവിടെ ബെഡ് റോക്ക് വെച്ചേക്കുന്നത്. ഗൈസ്, നമുക്ക് പിന്നെയും റെഡ് സ്റ്റോൺ കിട്ടി. അത് ഞാനിപ്പോൾ പൊട്ടിക്കണോ? വേണ്ട, പൊട്ടിക്കണില്ല. ഇനി ഓക്കെ ഗൈസ്, ഞാൻ പിന്നെയും പൊട്ടിക്കാൻ വന്നു. ഓ ഗൈസ്, ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഞാനിപ്പോൾ അയണിൻ്റെ പിക്കേസ് കൊണ്ടാണ് പൊട്ടിക്കുന്നത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ അയണിൻ്റെ പിക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ വേഗം പോയി കാണാം. അതെടുക്കാനാണ് ഞാൻ പോയത്. അല്ലാണ്ട് ഞാനിവിടെ നിന്ന് റെഡ് സ്റ്റോൺ എടുക്കാണ്ട് പോയതല്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മുകളിലേക്ക് കയറിപ്പോകണം. അവിടെ പോയിട്ട് ഇത്തിരി റെഡ് സ്റ്റോണൊക്കെ ചെസ്റ്റിലാക്കി വയ്ക്കണം. പിന്നെ നമുക്ക് കൃഷി ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മളുടെ കൃഷിയൊക്കെ വളർന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഈ ഷുഗർ കെയിൻ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നട്ട് വയ്ക്കാം. ഇവിടെ വെച്ച് ഇനി ഇതും കൂടിയും പൊട്ടിക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഇത് വെച്ചിട്ട് ആ പേപ്പർ ഉണ്ടാക്കാൻ പറ്റുകയും പേപ്പർ ഉപയോഗിച്ച് നമുക്ക് മാപ്പ് ഉണ്ടാക്കാൻ പറ്റുകയും മാപ്പ് ഉപയോഗിച്ച് നമുക്ക് ലോകം കറങ്ങാൻ പറ്റും ഗൈസ്. അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് അതിനായിട്ട്
നമ്മളുടെ കയ്യിൽ കുറേ ഷുഗർ കെയിൻ ഉണ്ടെങ്കിൽ പേപ്പർ ഉണ്ടാക്കാം, അങ്ങനെ മാപ്പ് ഉണ്ടാക്കാം, അങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് ഷുഗർ കെയിൻ കൊണ്ട്. ഓക്കെ ഗൈസ്, നമ്മളുടെ കയ്യിൽ ഇവിടെ ട്രേഡർ വില്ലേജർ ഉണ്ട്, എല്ലാ എമറാൾഡ് ഗൈസ്. നീ ഇവിടെ വേണ്ട, ചാവ് ചാവ്. എൻ്റെ കയ്യിൽ വാളില്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ വാളെടുത്ത് ഒച്ച വെട്ടിയത് പോയി. എന്നിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു ബ്രെഡ് ഉണ്ടാക്കാം, അത് എനിക്ക് കഴിക്കാനാണ്. ഓക്കെ ഗൈസ്, നമ്മളുടെ ലൈഫ് കൂടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ വീച്ച് എടുത്ത് വയ്ക്കാം. ഈ സീഡ് നമുക്ക് അത് ഇതിൽ വെച്ചാലോ, അതിൽ വയ്ക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങിപ്പോവാം. പിന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു ഗൈസ് ഞാൻ മുമ്പ്, അത് ഞാൻ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, പംകിൻ്റെ സീഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ കൈക്ക് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ടോർച്ച് വയ്ക്കാൻ പറ്റും ഗൈസ്. സൈഡിൽ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അതിൻ്റെ. നമുക്ക് ടോർച്ച് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഗൈസ് കണ്ട, അത് നമുക്ക് എടുത്ത് ഇവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം, അപ്പോൾ ഇത്തിരി വെളിച്ചം കിട്ടും. നമ്മളുടെ കയ്യിലുള്ള അയണൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അണ്ടർഗ്രൗണ്ട് പണിയണം ഗൈസ്. അതിനായിട്ട് ഈ മഡൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ നിന്ന് ഇത്തിരി സ്റ്റിക്ക് എടുക്കണം. സ്റ്റിക്ക് എനിക്ക് ടോർച്ചിന് ഇത്തിരി അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ ലാഡറിനും കുറേ ആവശ്യമൊക്കെ ഉണ്ട്. ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് താഴത്തോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് ഇവിടെ വയ്ക്കാം, എന്നിട്ട് നമുക്ക് താഴത്തോട്ട് പോകണം. പോയി ഇനി നമുക്ക് താഴത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ഇത്തിരി ടോർച്ച് എടുക്കട്ടെ, എന്നാലേ അവിടെ വെക്കാനായിട്ട് ലൈറ്റ് ഉണ്ടാവുള്ളൂ. പൊട്ടിച്ചു. ഇനി നമുക്ക് ഇറങ്ങിപ്പോകണം. ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് ചാടാം, എന്നിട്ട് കുഴിക്കുക, എന്നിട്ട് പിക്കേസ് എടുക്കുക, കുഴിക്കുക. ഓക്കെ ഗൈസ്, ഇത് മൊത്തം കുഴിച്ചിട്ട് കാണാം. അതിനായിട്ട് ഞാൻ ഇവിടെ ലാഡർ വെച്ചിട്ട് മൊത്തം കുഴിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. ഈ ഇത് വെച്ചു. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലാഡറും കൂടി. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പതിയെ കുഴിച്ചു തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇവിടെയും കൂടിയും കുഴിക്കണം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ കുഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ ആക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ ഇങ്ങനത്തെ സ്റ്റോൺ വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. മുകളിൽ ലാഡർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ താഴത്ത് മഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാസ് ആകുമ്പോൾ നമ്മളുടെ പൂവൊക്കെ കാണുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. ആ പൂവിൻ്റെ മണമൊക്കെ ഇങ്ങനെ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പൂവൊക്കെ കണ്ടിട്ട് പിന്നെയും മൈനിങ് ചെയ്യാൻ പോവാം. മൈനിങ് ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കണം. പിന്നെ ഇത്തിരി ഫുഡൊക്കെ ഇവിടെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി ഇവിടെ ബോൺ മീൽ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത്തിരി പൂവൊക്കെ വരും. ഞാൻ ടേബിളല്ല വയ്ക്കണേ, അതിന് പകരം ഞാൻ നടുവിൽ ഇങ്ങനെ ക്യാമ്പ് ഫയർ വയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ നമ്മളുടെ ചിക്കനൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രൈഡ് ചിക്കൻ തിന്നാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാമ്പ് ഫയർ. ഇതിൽ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചാൽ അത് നമുക്കിങ്ങനെ കിട്ടും ഗൈസ്. അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല. അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പൊട്ടിച്ചത്, അതറിയാത്തവർക്ക് വേണ്ടി. ഇനി ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം ഗൈസ്. അതിനായിട്ട് ഈ സാധനം അത് ഉണ്ടാക്കാനായിട്ട് ഇത്തിരി സാധനങ്ങൾ വേണം. അതും കളക്ട് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ, ഞാൻ
എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അതങ്ങനെ പൊട്ടിക്കാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല. മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി. ഓക്കെ ഗൈസ്, ഇനി ഇത് ഇവിടെ വയ്ക്കാം. ഇവിടെ വയ്ക്കും. ഇവിടെ നടുവിൽ ഇങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ ഗൈസ്, എന്നിട്ട് നമ്മളുടെ സ്റ്റെപ്പ് എടുത്തിട്ട്, സ്റ്റെപ്പല്ല ഇത്, നമുക്ക് ഇങ്ങനെ നീക്കി വെച്ചാൽ ഇങ്ങനെ. ഓക്കെ ഗൈസ്, ഇനി നമുക്കിവിടെ ചിക്കനൊക്കെ വയ്ക്കാം, മീറ്റ്. അതിന് മുമ്പേ എനിക്ക് ഒപ്പിക്കാൻ പറ്റിയ പൂവൊക്കെ ഞാൻ ഇവിടെ വയ്ക്കട്ടെ ഗൈസ്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ളതാണ്. ഞാൻ വീടുണ്ടാക്കിയപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നു ഗൈസ് ഇവിടെ വയ്ക്കാനായിട്ട്. അപ്പോൾ പൂവൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്തിരി റിലാക്സ് കിട്ടും ഗൈസ്. അതിനായിട്ട് നമുക്ക് ഇവിടെ മൊത്തം ആ പൂക്കൾ വയ്ക്കണം. ഓക്കെ ഗൈസ്, എനിക്ക് കിട്ടുന്ന മിക്ക പൂക്കളും ഞാൻ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൽ നിങ്ങളുടെ ബേസിൻ്റെ അടുത്തുള്ള പൂവൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ നല്ല ഭംഗി കിട്ടും ഗൈസ്. എൻ്റെ ഈ നീല പൂവും കൂടി ഉണ്ട്, അത് നമുക്ക് അവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇടണം, ഇവിടെ ഇടണം, ഇവിടെ ഇടണം, ഇവിടെ ഇടണം. ഇനി എൻ്റെ പൂവില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. ഇനി നമുക്ക് മുകളിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ഇരിക്കാൻ ഇങ്ങനെ പറ്റും ഗൈസ്. എന്നിട്ട് നമുക്കിവിടെ നമ്മളുടെ മീറ്റൊക്കെ വയ്ക്കാം. ഞാൻ കാണിച്ചു തരാം. മീറ്റ് ഇങ്ങനെ കണ്ട, മീറ്റ് അവിടെ വരുന്നത്. ഓക്കെ ഗൈസ്, മീറ്റ് ഇനി ഇതാകുമ്പോൾ നമുക്ക് ചാർക്കോളും വേണ്ട, സ്റ്റിക്കും വേണ്ട, വുഡും വേണ്ട, തന്നെ ഇങ്ങനെ മീറ്റ് ഫ്രൈഡ് മീറ്റായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇത്തിരി നേരം വെയിറ്റ് ചെയ്താൽ മതി. ഫർണസിൽ വയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വുഡ് കൊടുക്കണം. ഇവിടെ നമ്മളുടെ പുകയൊക്കെ വന്ന് തങ്ങുന്നുണ്ട് ഗൈസ്, കുറേ പുക. ഓക്കെ ഗൈസ്, പിന്നെ ഇവിടെ നമ്മൾ സോഫ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഫ്രൈഡ് കിട്ടി ഗൈസ്. ഇനി ഇത് കഴിക്കാം. ഇതാകുമ്പോൾ നമുക്ക് വുഡിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ടാറ്റ, ബൈ ബൈ.